വിഷൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുലികളി നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ നഗരിയിലേക്ക്, സാംസ്കാരിക നഗരിയിലേക്ക്, ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 മണിക്കൂറുകളായി നമ്മൾ പുലികളിയുടെ ആരവങ്ങൾ, ആവേശങ്ങൾ പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും ഒപ്പി നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുലികളി അതിൻ്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടവേളയ്ക്ക് തൊട്ട് മുൻപ് മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി, ഒപ്പം തന്നെ പ്രസാദ് കാളിദാസൻ ഞങ്ങളുടെ പ്രതിനിധി, ഇരുവരും ചേർന്ന് പുലികളിയുടെ നഗരിയെ ആർപ്പുവിളികൾ കൊണ്ട് മുഖരിതമാക്കുകയായിരുന്നു. ഇപ്പോൾ ആന്റണി ജിസ് ജോർജ്, നിബിൻ നവാസ്, പ്രമുഖ ചലച്ചിത്ര നടൻ നന്ദകിഷോർ 3 പേരും ചേരുന്നു. നേരത്തെ ആന്റണിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഈ പുലികളിയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് മേഘ്ന മുരളീധരൻ ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടി പാട്ട് പാടിപ്പിക്കുകയായിരുന്നു. ഈ പൂരനഗരിയിലെ മാത്രമല്ല, സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ പുപ്പുലിയായ കലാഭവൻ മണിയുടെ ഓർമ്മയിൽ ഈ പുലിക്കളിയുടെ നഗരിയിൽ വെച്ച് നിരവധി പേരെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു, നാടൻ പാട്ട് പാടിപ്പിച്ചു. അതേപോലെ ആന്റണി ജിസ് ജോർജും നന്ദകിഷോർ ചാക്യാരും നിബിൻ നവാസും നിൽക്കുന്ന ഇടങ്ങളിൽ അങ്ങനെ പാട്ടുപാടാനും അർമാദം പങ്കുവയ്ക്കാനുമുള്ളവരെ പുലികൾക്കൊപ്പം നിർത്തിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക ആന്റണിയിലേക്ക്. തീർച്ചയായിട്ടും ബനേഷ്, ആവേശത്തിനൊട്ടും ഇവിടെ കുറവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇങ്ങനെ ജനങ്ങളിങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഈ പുലികളിയുടെ ഓരോ പ്ലോട്ടുകൾ വരുമ്പോഴും എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് MS ബനേഷ് ആവശ്യപ്പെടുന്നത് ഒരു നാടൻ പാട്ടും ഒക്കെ പാട്ട് പാടാനൊക്കെ കഴിയുന്ന കുറച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരാനാണ് പറയുന്നത്. ഉറപ്പായിട്ടും പിള്ളേരെ പഠിക്കാൻ ആൾ പോയിട്ടുണ്ട്, ഇപ്പോൾ വരും. അതെ, ഉറപ്പായിട്ടും നമ്മളും ഒട്ടും മോശമല്ല. പക്ഷേ ഈ തിരക്കാണ് നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് നിലവിൽ നിൽക്കുന്നത്. ഈ ഒരു ഓളം ഉള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പുതിയൊരു ന്യൂ ജനറേഷനിലൊക്കെ പറയുന്നത്, വൈബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓളം ശരിക്കും കമ്പോളാണ് ഏറ്റവും വലിയ ഓളം. ഇപ്പം നടക്കുന്ന ഓണത്തിൻ്റെ കമ്പോളാണല്ലോ. ആൾക്കാർ വരുന്നുണ്ട്, ഓളമുള്ള ആൾക്കാർ ഓളക്കാർ വന്നു തുടങ്ങിയ ഇല്ല. ഓളം ഉണ്ടാവണമെങ്കിൽ ഒഴുക്കുണ്ടാവണം, അല്ലെങ്കിൽ ആൾ വന്നു ഇല്ലല്ലോ. ഇല്ല, വന്നു അവരാരും നിൽക്കുന്നില്ല. പലർക്കും ഭയങ്കര നാണമാണ്. പലരും വേഗത്തിൽ അങ്ങോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ആരും ക്യാമറയുടെ മുമ്പിൽ നിൽക്കാരും തയ്യാറാവില്ല. ആൾക്കാർക്ക് ഇപ്പൊ ക്യാമറ പഠിച്ചോളൂ വേണ്ടവുള്ളൂ. ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി എങ്ങനെയുണ്ട് പുലികളി? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ പരിപാടി സൂപ്പറല്ലേ? തൃശ്ശൂർക്കാരെയാണ്. തൃശ്ശൂർക്കാരാണ്, ജൂബിലി മിഷന്റെ അടുത്താണ്. എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന് വരാം. ഞങ്ങളുടെ മുറ്റത്തല്ലേ നടക്കണേ. അപ്പൊ എല്ലാവരും ക്ഷണിക്കണം, എല്ലാ നാട്ടുകാരും. ഇപ്പൊ ഈ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുലി ഏതാ? ഇപ്പൊ വിയ്യൂര് ദേശം സൂപ്പറായിട്ട്, അടിപൊളിയായിട്ട് ഫസ്റ്റ് കിട്ടണമെന്ന് വിചാരിക്കുന്നു. പാട്ടൊക്കെ പാടാമോ? അയ്യോ, എന്താ പാടുന്നു? വേണ്ട, തൃശ്ശൂർക്കാരെ പാട്ട്, പൂരങ്ങളുടെ പൂരമല്ല എന്നുള്ള ആ പാട്ട്. ഇന്ന് നമ്മുടെ ആഘോഷത്തിന്റെ ദിവസമല്ലേ? ഓണം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പൊ തൃശ്ശൂർക്കാര് എല്ലാവരും ഇവിടെ എല്ലാവരും ഒന്നിച്ച് കൂടിയില്ലേ, അതാണ് ഒരു വരിയുടെ അർത്ഥം. മനസ്സോടെ പുലികളിയും ഓണം ഒക്കെ പൊരിച്ചു. പൂരമാണ്, ഇനി പൂരാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും പൂരത്തിന് സ്വാഗതം. തകർക്കും. ഓരോ വർഷവും ജനം കൂടി വരുന്നു. അത് തന്നെ, എല്ലാവർക്കും തൃശ്ശൂർക്കാർക്ക് അത് ഭയങ്കര ആവേശമാണ്. അത് അവര് കുട്ടികളായിട്ട് അടക്കമാണ് വന്നേക്കുന്നത്. ഭയങ്കര ആവേശമാണ് ഓണം എന്ന് പറയുന്നത്. അതെ അതെ, ഓണത്തിന് വാസ്തവത്തില് ഒരാളിതുപോലെ കഴിഞ്ഞല്ലോ, എന്നെ കമന്റ് എടുത്തു വന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണിച്ചിട്ട് പോയി. അയാൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തിലെ വൈചിത്ര്യങ്ങൾ, അതൊരു ആക്ടർ എന്നുള്ള എനിക്ക് സഹായമാണ്. എനിക്ക് ആളുകളെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ പലതരത്തിൽ പെരുമാറാൻ നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കലാപരിപാടികളൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ കലാപരിപാടി ആസ്വദിക്കുക എന്നതിൽ ഉപരിയായിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടുമ്പോൾ അവരുടെ പെരുമാറ്റത്തിലെ പ്രത്യേകതകൾ, സ്പെഷ്യാലിറ്റീസ്, അതൊക്കെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒബ്സർവ് ചെയ്ത് നമുക്ക് സാധിക്കുന്നു. വരും. നമുക്ക് അതിഥികളുണ്ട്. എവിടുന്നാ വരുന്നത് നിങ്ങൾ? എങ്ങനെയുണ്ട് ഈ ഒരു വിശേഷവും വൈബും? അടിപൊളി. എന്താ ഞാരിമ്പൂരി എങ്ങനെയുണ്ട് വിശേഷം?
അടിപൊളി. സിറിൽ, സാംറോൺ, ബെല്ലാക്ക്, അനുരു. ക്ലിയൻ. ആദ്യമായിട്ടാണോ പുലികളിക്ക് വരുന്നത്? എല്ലാ പ്രാവശ്യം വരാറുണ്ട്. എല്ലാ പ്രാവശ്യം വരാറുണ്ട്. ഈ പ്രാവശ്യത്തെ പുലികളിയിൽ എന്തൊക്കെ പ്രത്യേകതകൾ കാണുന്നുണ്ട്? പ്രത്യേക വയനാടിൻ്റെ ദുരിതമനുസരിച്ചിട്ട് കാണാറുണ്ട്. അങ്ങനെ പിന്നെ അപ്പോൾ പുലികളിക്ക് വേണ്ടി നമുക്കൊരു ഒരു ആർപ്പോ നമ്മൾ ആശാൻ ആർപ്പ് വിളിക്കും. ഇറോ 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 റെഡി. പറഞ്ഞേ മുക്കാട്ടിരയാ ആണതി മുക്കാട്ടിര. ആ അപ്പോൾ ആർപ്പ് വിളിക്കാം. അറപ്പ് അറപ്പ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏത് 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 പുലികളിയാണ്? ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ, അതുകൊണ്ട് കണ്ടുവരുന്നുള്ളൂ തോന്നണേ എന്തോള്. അപ്പൊ എന്തായാലും പോയി കണ്ടിട്ട് തിരിച്ച് നമ്മൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് റിവ്യൂ പറയണം. ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ താങ്ക് യു. ആ അപ്പൊ എവിടുന്ന് ഈ തൊട്ടടുത്ത് വന്ന കുട്ടികളാണല്ലേ? ഇവിടെ അടുത്ത്. തൃശ്ശൂരുകാരുടെ ആവേശം, ആളുകൾക്ക് വരാൻ കുറച്ച് മടിയുണ്ട്. നമ്മൾ എന്താ പറയുക, ഓടി ചെല്ലുമ്പോൾ. എന്നാലും നമുക്ക് അവിടെ ഒരു ഫാമിലി കൂടി ഉണ്ട്. ആ എന്താണ് ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ വാ. ആ നമുക്ക് ഇവിടെ നമുക്കൊരു ഫാമിലി ഉണ്ട്. എന്താണ് ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് വാമനകുമാർ. വാമനകുമാർ. വാമനകുമാരൻ. ചേച്ചി? ചിത്ര. ചിത്ര. സൗവർണിക. സൗവർണിക. എല്ലാം രസമുള്ള പേരാണല്ലോ. വാമനകുമാരൻ, ചിത്ര, സൗവർണിക. അതായത് ഈ കുട്ടിയുടെ പേരിൽ തന്നെ ഒരു പാട്ടുണ്ട്, ചേച്ചിയുടെ പേരിൽ ഒരു പാട്ടുകാരിയുണ്ട്, ചേട്ടൻ ഒരു വാമനകുമാരൻ. അടിപൊളി. എവിടെയാ വീട്? എവിടെയാണ്? പട്ടിക്കാട്. പട്ടിക്കാട്. പാലക്കാട് പോകുന്ന വഴിക്ക്. പാലക്കാട് പോകുന്ന വഴിക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ആവേശവും അതേപോലെ തന്നെ ആരവവും നമ്മളുടെ ഈ പുലികളി എങ്ങനെയുണ്ട്? പുലികളി നമ്മൾ ഓരോ കൊല്ലം ചെല്ലുന്നതുകൊണ്ടും ഗംഭീരമായിട്ട് വരിക, ആവേശം കൂടി തന്നെ വരുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരും. ചേച്ചി, ഈ എല്ലാ വർഷവും വരാറുണ്ടോ പുലികളി കാണാൻ? ഇപ്പം 3 വർഷമായിട്ട് വന്നിട്ടില്ല. 4ാമത്തെ വർഷം വന്നത്. 4ാമത്തെ വർഷം. മോള് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പുലികളി? ആദ്യമായിട്ട് വന്നിട്ട് ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ എന്താ തോന്നി? എക്സൈറ്റ് ആയി. പെട്ടെന്ന് ആ ഒരു സന്തോഷവും ഇതൊക്കെ കാണാൻ പറ്റിയില്ലേ? അതെ, ഇതാ ഇപ്പോൾ വരാൻ പറ്റാത്തൊരു വീട്ടിലിരുന്ന് തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് കണ്ട എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ അധികം എന്താ പറയുക, സൂപ്പറായിരുന്നു. ഏത് ഇതാണ് ഇഷ്ടമായത്? ഏത് പുലികളിയാണ് ഇഷ്ടമായത്? അങ്ങനെ പറയാൻ എല്ലാതും ഇഷ്ടമായി. എല്ലാതും ഇഷ്ടമായി. ചേട്ടൻ എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് ഈ പുലികളിയൊക്കെ? പുലികളി സൂപ്പർ തന്നെയാണ്. ഓരോ ടേബിളെയും ഒന്നിനോടൊന്നും വെച്ചാണ്. ഏതാണ് വിലയിരുത്തുന്നത് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായി. സാധാരണ കാണുമ്പോൾ ഇന്ന ടീമിന് ഒരു സമ്മാനം ലഭിച്ചേക്കാം എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം ആർക്കാണെന്നുള്ളത് പറയാൻ പോലും പറ്റുന്നില്ല. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സമയം തോന്നിയത് ഒരു 6, 7, 8, 9 പേരൊക്കെ ആയിട്ട് നിന്നിട്ടുള്ളൊരു വലിയൊരു സംഭവമില്ലേ, പരമശിവനും കൂടുതലൊക്കെ ആയിട്ട് ഇങ്ങനെ ഗരുഡന്റെ പുറത്ത് പോകുന്നത്, ഒരു ദേവലോകം പോലെ. അതന്നെ അതിനായിരിക്കണം ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സാധ്യത. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. കോസ്റ്റ്യൂമും അവരുടെ മേക്കപ്പും ഒക്കെ കറക്റ്റ് ഒറിജിനാലിറ്റി തോന്നി, അതുകൊണ്ട് അവർക്കായിരിക്കും. അതായത് കുറേ നാളുകളായിട്ട് ഇത് കാണുന്ന ഒരാളുടെ വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അടിപൊളി. ചേട്ടൻ പാട്ട് പാടും? ഒരു 2 വരി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടോ? ചന്ദന മണിവാതിൽ പാതിച്ചാരി എന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദന മണിവാതിൽ പാതിച്ചാരി എന്തോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്ക് എന്തായിരുന്നു മനസ്സിൽ. താങ്ക് യു. ഇവിടെ ആളുകളുണ്ടെങ്കിൽ, പ്രേക്ഷകരുണ്ടെങ്കിൽ കൈയടിക്കാൻ പറയേണ്ട രീതിയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ചേച്ചി ഉദ്ദേശിച്ച് പാടിയതാണോ? അല്ല, അപ്പൊ വേറെ ആരെയും ഉദ്ദേശിച്ച് പാടിയതാണെന്ന്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഒരു കുടുംബം കലക്കാൻ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ചേച്ചി എന്ത് തോന്നി? നല്ല പാട്ടാണ്. അച്ഛൻ ഇങ്ങനെ പാടും എന്നുള്ളത് അറിയായിരുന്നോ? പാട്ടുകാരനാണ്. സംഗീതം പഠിച്ചിട്ടുണ്ട്. 5 കൊല്ലം തൃശ്ശൂര്.
അപ്പോൾ മനോഹരമായിട്ടുള്ളൊരു പാട്ടുകാരനായിരുന്നു നമ്മൾ വാമനകുമാരൻ. അതുപോലെ തന്നെ ചിത്ര ചേച്ചി, അവരുടെ മകളായിട്ടുള്ള സൗവർണിക. അപ്പോൾ താങ്ക് യു. എന്തായാലും നമ്മളുടെ പുലികളി ആഘോഷിക്കുക. അതായത് എല്ലാ പുലികളിക്കും ഇതേപോലെ ഫാമിലി ആയിട്ട് വന്ന് അർമാദിക്കുക. ഈ ഒരു ഒറ്റ മോളെ ഉള്ളതോ? രണ്ടുപേരുണ്ട്. അവരെ കൊണ്ടുവന്നില്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം കുടുംബമായിട്ട് വരിക. അടുത്ത പ്രാവശ്യം നമ്മളിവിടെ ഉണ്ടാവും. നമ്മളെ കാണുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ വാമനകുമാരൻ ചേട്ടനും അതേപോലെ തന്നെ ചിത്ര ചേച്ചിയും കുടുംബമായിരുന്നു. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഇനി അടുത്ത അതിഥിയുമായിട്ട് നമ്മുടെ നന്ദുവേട്ടനും അതേപോലെ തന്നെ നമ്മുടെ ആന്റണിയും തയ്യാറായിട്ടുണ്ട്. ആ അതിഥികളിലേക്ക് വരൂ.